തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഒരു അമ്മ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല 6 വർഷമായി. ഇനി ആരെ സമീപിക്കണമെന്ന നിശ്ചയവും ഈ അമ്മയ്ക്കില്ല. 78-കാരിയായ ഈ അമ്മ ഇപ്പോൾ കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ മകനെ കണ്ടെത്താൻ ആരെ സമീപിക്കണമെന്ന്. മാളയ്ക്കടുത്ത് പാളയംപറമ്പ് സ്വദേശിയായ അന്നം ജോർജ് പാത്താടനാണ് വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് പോയ മകൻ ബാബുവിനെ കാത്തിരിക്കുന്നത്. സൗദിയിൽ ജോലിക്ക് പോയ ബാബു അമ്മയെ വിളിച്ചിരുന്നത് ഇടയ്ക്ക് നിലയ്ക്കുകയായിരുന്നു. ബാബുവിന്റെ സഹോദരനും അക്കാലത്ത് അവിടെയുണ്ടായിരുന്നു. ആടുഫാമിൽ ജോലി ചെയ്തിരുന്ന ബാബുവിനെ സഹോദരൻ നാട്ടിലേക്ക് വിളിച്ചുവെങ്കിലും തിരിച്ചുവരാൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന സഹോദരനാണ് അവസാനമായി ബാബുവിനെ കണ്ടത്. തുടർന്ന് കുടുംബവുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. മകനെ കണ്ടെത്താൻ അന്നം സമീപിക്കാത്ത മന്ത്രിമാരും ജനപ്രതിനിധികളുമില്ല. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പർ സഹിതം നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും ഈ അമ്മയ്ക്ക് യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്റെ മോൻ പോയിട്ട് 12 വർഷമായി. 9 വർഷം ഇതേവരയ്ക്ക് ഒരു വിവരം കിട്ടിയിട്ടില്ല. എനിക്കൊന്നും അറിയാനും പറ്റിയിട്ടില്ല. ജീവിച്ചിരിക്കുന്നതോ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ മോൻ വിളിക്കാറോ ഒരു വിവരവും ഇല്ല എനിക്ക്. പിന്നെ രണ്ടാമത്തെ ഇളയ മോൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വിളിച്ചു വന്ന് ഇടയ്ക്ക് വെച്ച് അവൻ പേടിയാവണം പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. പിന്നെ അവൻ വന്നിട്ടില്ല. പിന്നെ വിളിച്ചിട്ടില്ല. അവൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു നാട്ടിൽ. 2013 മുതൽ അന്നം നൽകിയ നിവേദനങ്ങളുടെ പകർപ്പുകൾ ഒരു ഫയലായി സൂക്ഷിച്ചിരിക്കുകയാണ്. 2012-ൽ 51-കാരനായ ബാബു സൗദിയിൽ ജോലിക്കെത്തിയത് മുതൽ സ്പോൺസർ ചതിച്ചുവെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. മകനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ വിദേശത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാലും മതിയെന്നാണ് ഈ അമ്മ പറയുന്നത്. TCV ന്യൂസ്, മാള.